ലഹരിയുമായി ജാർഖണ്ഡ് സ്വദേശിയായ യുവതി പിടിയിലായ കേസിൽ എക്സൈസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചു. ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് ദശ്മി ലഹരി കച്ചവടം നടത്തിയിരുന്നത് എന്ന് എക്സൈസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായി. ദശ്മിക്കൊപ്പം ലഹരി കച്ചവടത്തിൽ മറ്റു ചിലർ കൂടി പങ്കാളികളാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. 25-ാം തീയതിയാണ് പറവൂരിൽ നിന്ന് ദശ്മി നാഗ് എക്സൈസിന്റെ വലയിലാകുന്നത്. ലഹരി വിൽപ്പനയുടെ പല വഴികളും എക്സൈസും പോലീസും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് ഇതാദ്യമായിട്ടാണ് ഡേറ്റിംഗ് ആപ്പിലൂടെ ലഹരി വിൽപ്പന നടക്കുന്നത്. പിടിയിലായ ജാർഖണ്ഡ് സ്വദേശിനി ലഹരി മരുന്ന് വിൽപ്പന നടത്തിയത് യുവാക്കൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കുമായിരുന്നു. ഡേറ്റിംഗ് ആപ്പ് വഴി കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് പിടിയിലായത്. മഹതോ മുണ്ട ദശ്മി എന്ന ജാർഖണ്ഡ് സ്വദേശിനി 1.5 വർഷത്തോളമായി സജീവ ലഹരി ഇടപാടുകാരിയെന്നും എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവരുടെ പക്കൽ നിന്നും ലഹരി വാങ്ങിയവരിൽ കൂടുതലും കോളേജ് വിദ്യാർത്ഥികളാണ്. യുവതിയുടെ കൂട്ടാളികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മഹത്തോയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. പാമ്പാക്കുട കോളേജ് പരിസരത്ത് നിന്നാണ് MDMAയും കഞ്ചാവുമായി പ്രതി പിടിയിലായത്. ഉദ്യോഗസ്ഥർക്ക് ഒരു കാര്യം ഉറപ്പാണ്: ജാർഖണ്ഡ് സ്വദേശിനി മാത്രമല്ല ഈ ലഹരി വിൽപ്പനയ്ക്ക് പിന്നിലുള്ളത്. വലിയൊരു സംഘമുണ്ട്. ആ സംഘത്തെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.